ബംഗ്ലാദേശിലെ അക്രമങ്ങളിലും സന്യാസിമാർക്കെതിരായ നടപടികളിലും പ്രതിഷേധിച്ച് ഇസ്കോൺ ദില്ലിയിലടക്കം ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ പ്രതിഷേധം തുടങ്ങി. ബിനുരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ബിനുരാജ്, ചിന്മയ് കൃഷ്ണരാജിൽ നിന്ന് തുടങ്ങിയതാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ സന്യാസിമാർക്കെതിരെ നടപടിയിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുന്നു. ഇന്ത്യ അതിൽ പ്രതിഷേധം ശക്തമാക്കുന്നു. ഇപ്പോൾ ഇസ്കോൺ ആത്മീയ സംഘടന അവരുടേതായ തലത്തിൽ പ്രതിഷേധവും ഘടിപ്പിക്കുന്നു. അനൂപ്, അതെ, കാരണം ബംഗ്ലാദേശിൽ ചിന്മയ് കൃഷ്ണദാസ് അറസ്റ്റിലായിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ സാഹചര്യം വളരെ മോശമായിരിക്കുകയാണ്. ഇസ്കൺ പ്രസ്ഥാനത്തിന് നേരെ വലിയ ആക്രമണം നടക്കുന്നു എന്നാണ് ഇവരുടെ പരാതി. മാത്രമല്ല 2 സന്യാസിമാരെ കൂടി ബംഗ്ലാദേശ് കസ്റ്റഡിയിലെടുത്ത വിവരം അവർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. 17 പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവ് പിടിച്ചു. അങ്ങനെ വലിയ നീക്കം ഇസ്കൺ പ്രസ്ഥാനത്തിനെതിരെ എന്നാണ് അവരുടെ പരാതി. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇന്ത്യയിലാകെ ഇത്തരത്തിൽ പ്രാർത്ഥനാ യോഗങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ നിശബ്ദമായി അവർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. തീർച്ചയായും ഈ വിഷയത്തിൽ എന്താണ് ഇസ്കണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. കാരണം ഇസ്കന്റെ ഇവിടുത്തെ ദില്ലിയിലെ ഈ മേഖലയുടെ പ്രധാനപ്പെട്ട ഭാരവാഹി മലയാളിയാണ് ഋഷികുമാരദാസ്. അദ്ദേഹം ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അവിടെ ബംഗ്ലാദേശിൽ വലിയ ആക്രമണം നടക്കുന്നു എന്നാണ് നിങ്ങളുടെ കേന്ദ്രം അവിടെ ആക്രമിക്കപ്പെട്ടു. വലിയ ആക്രമണം നടക്കുന്നു എന്നുള്ള പരാതിയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ എങ്ങനെ കാണും? കേന്ദ്ര സർക്കാരുമായി ഞങ്ങളുടെ വിശദമായി സംഭാഷണങ്ങൾ കഴിഞ്ഞു. അതിനുശേഷം അവരാലാകുന്നിടത്തോളം പ്രയത്നിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ കയ്യിലുള്ളത് ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വിശ്വമെമ്പാടും ഉള്ള ഇസ്കോണിന്റെ 700-ലധികം കേന്ദ്രങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഇതാണ്: മതപരമായ ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവിധമായ സംരക്ഷണം, ഈശ്വരന്റെ അനുഗ്രഹം, മതപരമായുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും സുരക്ഷയും, അവിടെയുള്ള വർത്തമാന നിലവാരം എന്നുള്ള ശാന്തിയും സമാധാനവും ഐക്യവും അവിടെ പുലർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നിങ്ങൾക്ക് ഈ സമൂഹത്തിന് വലിയൊരു ആശങ്കയുണ്ടോ? അവിടുത്തെ സാഹചര്യത്തിൽ ആശങ്കയുണ്ടോ? അവിടെയുള്ള തീർച്ചയായും ഞങ്ങൾക്ക് ഉള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുള്ള റിപ്പോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അവിടുത്തെ ഒരുപാട് സമൂഹം സനാതന ധർമ്മവുമായി സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് സമൂഹങ്ങൾക്ക് ഒരുപാട് അനിശ്ചിതാവസ്ഥയാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ അവരവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിവരം അറിയിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരിപ്പോൾ ഉള്ളത്. പ്രതിഷേധം തുടരുന്നു. ഇസ്കോൺ പ്രതിഷേധം പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബിൻരാജാണ് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്.